ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് നിക്ഷേപ തട്ടിപ്പ് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി വിവരം പുറത്ത്. ഓഡിയോ സന്ദേശം TCBക്ക് ലഭിച്ചു. തിരുവല്ലാമല ഏകാദശി വിളക്ക് തിങ്കളാഴ്ച. ദശമി വിളക്കാഘോഷം ഭക്തിസാന്ദ്രം. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള എങ്കക്കാട് ദേശത്തിന്റെ ആനശമയ പ്രദർശനത്തിന് വൻ തിരക്ക്. അന്നഗര വടക്കേ കോൾപ്പടവിൽ വെള്ളമില്ലാതെ നെൽകർഷകർ ദുരിതത്തിൽ. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്ത കർഷകരാണ് ദുരിതത്തിലായത്. ആമ്പലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് നിക്ഷേപ തട്ടിപ്പിന് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നതായുള്ള വിവരം പുറത്ത്. ഇടപാടുകാരോട് കള്ളപ്പണം വരുന്നതായി ഉടമകൾ വെളിപ്പെടുത്തി എന്ന വിവരത്തിന്റെ ഓഡിയോ സന്ദേശം TCBക്ക് ലഭിച്ചു. ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 150 കോടിയാണ് ബില്യൺ ബീസ് സ്ഥാപനത്തിന്റെ മറവിൽ ബിബിൻ K. ബാബുവും സഹോദരങ്ങളും ചേർന്ന് തട്ടിയെടുത്തത്. 10 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 മുതൽ 50,000 രൂപ വരുമാനവും 36% ലാഭം ലഭിക്കുമെന്നും പറഞ്ഞാണ് ഇടപാടുകാരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. 2019 ബിബിൻ K. ബാബുവും സഹോദരങ്ങളും ചേർന്ന് സ്ഥാപനം തുടങ്ങിയത്. ഇന്നലെ എത്തിയിട്ടില്ല. ഇന്നത്തേക്ക് എത്തുന്നു പറഞ്ഞിട്ട് അവര് ഇന്നലെ ബൈറോടെ ഇപ്പൊ കുറച്ച് എന്തോ മഴയും കാര്യങ്ങളൊക്കെ വേണ്ടേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞവര്. അപ്പൊ ഇന്ന് എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ ചേട്ടൻ എപ്പോ കിട്ടുന്നുള്ളൂ കയ്യില്. ഇന്ന് ഞാൻ ഇന്ന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ഇന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇന്നത്തേക്ക് തന്നെ പറ്റില്ല. കാരണം അത് നമ്മള് അവിടെ കൊടുത്ത്, കാരണം ഇപ്പൊ ചേട്ടൻ അറിയാം തൃശ്ശൂർ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടേക്ക് എത്താ സംഭവം. അത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബിബിനെ വിളിക്കവര്. അത് കഴിഞ്ഞിട്ട് ബിബിന് എന്താ പറയുന്നത് ഞാൻ ചേട്ടനോട് ഞാൻ പറയാം. ചേട്ടൻ അറിയാലോ അതിന്റെ റിസ്കും കാര്യങ്ങളും. നമുക്കത് പെട്ടെന്ന് അവിടെ നിന്ന് നനക്കാനോ കാരണം പറ്റില്ല. കാരണം ഇപ്പൊ ചെക്കിങ് നല്ലോണം നടക്കുന്നുണ്ട് അവിടെ തൃശ്ശൂർ. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഒരു കമ്പനി അവിടെ എന്തോ പ്രവാസി വ്യവസായികളുടെ ഒരു കമ്പനി പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ചെക്കിങ് നല്ലോണം നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇന്ന് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് ബിബിനെ വിളിച്ചു പറയും അവര്. നമ്മളെ വിളിക്കില്ല, ബിബിനെ വിളിക്കുക. വിളിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് ബിബിൻ എന്താന്ന് പറയുന്നത് ചേട്ടൻ ഞാൻ പറയാം. ചിലപ്പോ കുറച്ച് ടൈം എടുക്കും. മാക്സിമം ചിലപ്പോൾ ഈ ആഴ്ചക്കുള്ളിൽ വെള്ളിയാഴ്ചക്കുള്ളിൽ എല്ലാം ക്ലിയർ ആവും. ഇൻ കേസ് അതിനുള്ളിലാവണമെങ്കിൽ ഈ പറഞ്ഞ അവൻ എന്താ പറയുന്നത് ചേട്ടനെ ഞാൻ വിളിച്ചു പറയാം. ഞാൻ തിരുവല്ലാമല ശ്രീ വില്വാദിനാഥ ക്ഷേത്രത്തിലെ ദശമി വിളക്ക് ഭക്തിസാന്ദ്രമായി. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. പ്രസിദ്ധമായ ഏകാദശി വിളക്ക് തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 10 മണിക്ക് ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും. ഉച്ചയ്ക്ക് ശീവേലി എഴുന്നള്ളിപ്പും രാത്രി വിളക്കാചാരവും ഉണ്ടാകും. ചൊവ്വാഴ്ച നടക്കുന്ന ദ്വാദശി ഊട്ടോടെ ഉത്സവം സമാപിക്കും. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള എങ്കക്കാട് ദേശത്തിന്റെ ആനശമയ പ്രദർശനം കാണാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ആനശമയ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ആനശമയ പ്രദർശനം വടക്കാഞ്ചേരി SHO റിജിൻ തോമസ്, കേണൽ ഉണ്ണികൃഷ്ണൻ ചെമ്പത്ത് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, സെക്രട്ടറി സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം വഹിച്ചു. തിരുവമ്പാടി ദേവസ്വമാണ് ചമയ പ്രദർശന സജ്ജീകരണം നിർവഹിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി കുമരനെല്ലൂർ ദേശത്തിന്റെ ആനശമയ പ്രദർശനം തിങ്കളാഴ്ച നടക്കും. വടക്കാഞ്ചേരി ദേശത്തിന്റെ ചമയ പ്രദർശനം കരുമരക്കാട് ശിവക്ഷേത്ര പരിസരത്തും കുമരനെല്ലൂർ ദേശത്തിന്റെ ചമയ പ്രദർശനം കർവർണ ശിവക്ഷേത്ര പരിസരത്തുമാണ് ഒരുക്കിയിട്ടുള്ളത്. അന്നഗര വടക്കേ കോൾപ്പടവിൽ വെള്ളമില്ലാതെ നെൽകർഷകർ ദുരിതത്തിലായി. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്ത കർഷകരാണ് ദുരിതത്തിലായത്. അന്നഗര കോക്കൂർ റോഡിന് സമീപം കൃഷി ചെയ്തിരിക്കുന്ന കൃഷിക്കാർക്കാണ് വെള്ളം ലഭിക്കാത്തത്. വടക്കൻ വർഗീസ്, വാഴപ്പള്ളി ലോറൻസ്, എലുവത്തെങ്കൽ ഗബ്രിയേൽ, എലുവത്തെങ്കൽ ലൂസി, നാലുപുരയ്ക്കൽ പ്രജീഷ്, NS പ്രബീൻ എന്നീ കർഷകരുടെ 10 ഏക്കറോളം വരുന്ന സ്ഥലത്തെ നെൽകൃഷിയാണ് വെള്ളമില്ലാതെ പ്രതിസന്ധിയിലായത്. ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ 100 ദിവസത്തോളം പ്രായമായ നെൽച്ചെടികൾക്ക് ഇതുവരെയും കതിർ വന്നിട്ടില്ല. വെള്ളമില്ലാത്തതിനാൽ വാങ്ങിവെച്ച രാസവളം ഉപയോഗിക്കാനും കഴിയുന്നില്ല. നെൽകൃഷി നശിക്കുന്ന വിവരം ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും
ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. 1 മാസമായിട്ടും 1.5 മാസമായിട്ടും പല സ്ഥലങ്ങളിലേക്കും വെള്ളം എത്താണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവര് മോട്ടോറുകളും സംവിധാനങ്ങളും ഓരോ ദിവസവും പുതിയത് തരാം അല്ലെങ്കിൽ ഉണ്ടാക്കി തരാമെന്നുള്ള സംവിധാനങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഒരു സംവിധാനം കടമെടുത്തിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വലിച്ചു വാരി ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ പൈസ മുഴുവനും നഷ്ടമായി പോവുക. ഞങ്ങളൊരു 5-8 മാസം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഞങ്ങൾക്ക് 1 ഉറുപ്പ്യ പോലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ കിട്ടണില്ല. 1 ഏക്കറിൽ കൃഷി ചെയ്യുന്നതിന് 35,000 മുതൽ 40,000 രൂപ വരെയാണ് ചിലവ് വരുന്നത്. ഇനിയും വെള്ളം ലഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. 250 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ കൃഷിക്കായി പടവിലേക്ക് വെള്ളം ഇറക്കുന്നതിന് ചെറിയ മോട്ടോറുകളാണ് നിലവിലുള്ളത്. ചെറിയ മോട്ടോറുകൾക്ക് പകരം വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുകയുള്ളൂ. വെള്ളം ഒഴുകിയെത്തുന്ന ചെറിയ ചാലുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നത് വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമാകുന്നുണ്ടെന്ന് കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, പാവറട്ടി. ആമ്പലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആമ്പലൂർ ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് സമീപത്തായിരുന്നു അപകടം. വൈറ്റിലയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സിന് പുറകിൽ കട്ടപ്പനയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. മുന്നിൽ പോയിരുന്ന കാർ ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണം. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലെ കമ്പികളിലും സീറ്റുകളിലും ഇടിച്ചാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത്. ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിൽ യുവാവ് മുങ്ങി മരിച്ചു. ചെങ്ങാലൂർ പനംകുളം വീട്ടിൽ പോളിന്റെ മകൻ 33 വയസ്സുള്ള ജിബിനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. സുഹൃത്തിനൊപ്പം എത്തിയ ജിബിൻ തടയണയ്ക്ക് താഴെ അഗാധമായ കയത്തിനടുത്ത് കുളിക്കാനിറങ്ങിയപ്പോൾ കാൽ വഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇയാലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. കിഴക്കൂട്ട് സോമൻ ഗീത ദമ്പതികളുടെ മകൾ 15 വയസ്സുള്ള സോയയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടാണ് വീടിനുള്ളിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ സോയയെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഞായറാഴ്ച പുലർച്ചെ മരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കലാമണ്ഡലം കേരളത്തിന്റെ സാംസ്കാരിക സർവകലാശാലയായി മാറേണ്ട ആവശ്യമുള്ളതായും കലാകാരന്മാർക്ക് ക്ഷേമനിധിയും പെൻഷനും കൊണ്ടുവന്നത് കേരളമാണെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. കലാമണ്ഡലം ഫെലോഷിപ്പ് എൻഡോവ്മെന്റ് അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയ ഫെലോഷിപ്പുകൾ സദനം വാസുദേവൻ, കലാമണ്ഡലം KG വാസുദേവൻ എന്നിവർക്ക് കെ രാധാകൃഷ്ണൻ MP സമ്മാനിച്ചു. പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ മോഹിനിയാട്ടം നർത്തകി കലാക്ഷേത്രം വിലാസിനിക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അവാർഡുകളും MP വിതരണം ചെയ്തു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള എൻഡോവ്മെന്റ് അവാർഡുകൾ UR പ്രദീപ് MLA വിതരണം ചെയ്തു. ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, കലാമണ്ഡലം ഭരണസമിതി അംഗം K രവീന്ദ്രനാഥൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ V ഷാജി സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളോത്സവത്തിൽ ക്ലബിനെ പരാജയപ്പെടുത്തിയതിൽ ചാവക്കാട് ആലിപ്പിരി സെന്ററിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവത്ര ചീനിച്ചോട് മാറ്റാൻതറ വീട്ടിൽ അർഷാദിനെയാണ് പാലക്കാട് നിന്ന് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ BV വിമലന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേരളോത്സവത്തിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇരു ക്ലബ്ബുകളും തർക്കം നിലവിലുണ്ടായിരുന്നു. ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ TS അനുരാജ്, വിഷ്ണു S നായർ, ASI അൻവർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ, പ്രദീപ്, രജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചൊവ്വന്നൂർ പഴുന്നാന ഐനൂർകുന്നിൽ നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. നിയമങ്ങൾ പാലിക്കാതെ ജനവാസ കേന്ദ്രത്തിൽ നടത്തുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുന്ന് സംരക്ഷണ സമിതി പ്രതിഷേധ റാലി നടത്തിയത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. ഐനൂർകുന്ന് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ണ് മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് പഞ്ചായത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കുന്നുകൾ ഇടിച്ചു തകർക്കുന്നത് പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ നാശം വിതയ്ക്കുമെന്ന് ചടങ്ങിൽ വിഷയാവതരണം നടത്തിയ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം പ്രേമരാജൻ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ഐനൂർകുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ ഷഹീദ് അധ്യക്ഷത വഹിച്ചു. സമിതി അംഗങ്ങളായ പത്മിനി, വിൽസൺ പുലിക്കോട്ടിൽ, PC ഷാജി തുടങ്ങിയവർ സംസാരിച്ചു.
86ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. കനകമല പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കൊടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോയി നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, അംഗങ്ങളായ സജിനി സന്തോഷ്, ഷീബ, ചാലക്കുടി തഹസിൽദാർ KA ജേക്കബ്, TG അജു, കനകമല തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരി ഫാദർ റേസൻ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. യാത്രക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ ദേശീയപാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ടോൾ കമ്പനി സ്ഥാപിച്ച വാട്ടർ ടാങ്കുകൾ നോക്കുകുത്തിയായി മാറുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കുടിവെള്ളം ലഭ്യമാക്കണമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ കമ്പനി വാട്ടർ ടാങ്കുകൾ സ്ഥാപിച്ചത്. കോവിഡ് കാലത്ത് സ്ഥാപിച്ച ടാങ്കുകൾ മാസങ്ങൾക്കുള്ളിൽ ഉപയോഗശൂന്യമാവുകയായിരുന്നു. ഉപകരാർ നൽകിയ സ്ഥാപനം കൃത്യമായി പരിപാലിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ടോൾ അധികൃതർ പറയുന്നത്. 100 ലിറ്ററിന് മുകളിലുള്ള ടാങ്കുകളാണ് സ്റ്റാൻഡിൽ ഘടിപ്പിച്ച് ഓരോ ബസ് സ്റ്റോപ്പുകളിലും സ്ഥാപിച്ചിരുന്നത്. മണ്ണുത്തി മുതൽ അങ്കമാലി വരെയുള്ള പാതയുടെ ഇരുഭാഗത്തും ടോൾ കമ്പനി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലുമെല്ലാം ടാങ്കുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പലയിടത്തും ഇവ നശിച്ച നിലയിലാണ്. ഉപയോഗശൂന്യമായ ടാങ്കുകൾ യാത്രക്കാർക്ക് തടസ്സമായി തുടങ്ങിയതോടെ നാട്ടുകാർ തന്നെ ഇത് മാറ്റിവെക്കുന്ന സ്ഥിതിയായി. യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് പുതുക്കാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ വാട്ടർ ടാങ്ക് പഞ്ചായത്ത് അംഗം സെബി കൊടിയന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച നീക്കം ചെയ്തു. കടുത്ത വേനലിൽ ബസ് സ്റ്റോപ്പിലെത്തുന്നവർക്കും വഴിയാത്രക്കാർക്കും കുടിവെള്ളം നൽകാൻ ആവിഷ്കരിച്ച പദ്ധതി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. അതിപ്പോ ഒരു 10 വർഷത്തിന് മേലെയായിട്ടുണ്ട് ഈ സ്റ്റോപ്പ് പണിത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചൂടുകാലം വരികയാണ്. നമുക്കൊരു കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പിലെ ആളുകൾ വന്ന് നോക്കും, അവർക്കൊരു കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതേപോലെ ടാങ്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുടിവെള്ളം സംഭരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഇന്നേ വരെ അതുകൂടെ കിട്ടിയിട്ടില്ല. ടോൾ പിരിവിലൂടെ കോടികൾ കൊയ്യുമ്പോഴും യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ടോൾ കമ്പനിയുടെ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ദേശീയപാതയോരത്തെ കുടിവെള്ള പദ്ധതി. TCV ന്യൂസ്, പുതുക്കാട്. കുന്നുകുളം പാറയമ്പാടത്ത് ബാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. കുന്നുകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ താമസിക്കുന്ന പ്രദീപിനാണ് കുത്തേറ്റത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. പ്രദീപിന്റെ സുഹൃത്ത് സനുവാണ് ആക്രമിച്ചത്. കുന്നുകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിടിച്ച് മേലൂർ വില്ലേജ് ഓഫീസർ മരിച്ചു. ചാലക്കുടി പോട്ട കുറിച്ചിയത്ത് 52 വയസ്സുള്ള സൂരജ് N. മേനോനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കൊരട്ടിയിൽ വില്ലേജ് ഓഫീസറായിരുന്ന സൂരജ് 2 മാസം മുൻപാണ് മേലൂരിലേക്ക് എത്തിയത്. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പിലാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്ത്. വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ 2 ദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള നടപടികളുമാണ് പ്രതിഷേധത്തിന് കാരണം. സെന്ററിന് കിഴക്ക് ഭാഗത്തുള്ളവർക്ക് സർവീസ് റോഡിലെത്തുവാൻ ബസ് കയറുവാനും യാതൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല. ബസ് ഇറങ്ങുന്ന ഭാഗത്തെ 6 അടിയോളം ആഴമുള്ള കാന സ്ലാബിട്ട് സുരക്ഷിതമാക്കിയിട്ടില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് അംഗം CJ പോൾസൺ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, KS സജീവൻ, PA നസീമുദ്ദീൻ, DK ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ET ടൈസൺ MLA സ്ഥലത്തെത്തി ഹൈവേ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പാതിവില തട്ടിപ്പ് കേസിൽ CPM പ്രമുഖരും ഉൾപ്പെട്ടതായുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് AICC മെമ്പർ അനിൽ അക്കര. പാതിവില തട്ടിപ്പിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാതിവില തട്ടിപ്പിന്റെ ഉൽപ്പന്നമാണ് സുരേഷ് ഗോപിയെന്നും അനിൽ അക്കര കൂട്ടിച്ചേർത്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, KB ജയറാം, VG അശോകൻ, CM നൌഷാദ്, സിജു പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു.
ചന്തക്കുന്ന് മുതൽ മൂന്നുപിടിക വരെ സംസ്ഥാന പാത നവീകരണത്തിന് 6.88 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കിയതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണം നടപ്പിലാക്കുന്നത്. BMBC നിലവാരത്തിൽ തന്നെയായിരിക്കും റോഡ് പൂർണ്ണമായും നവീകരിക്കുക. സാങ്കേതിക അനുമതി ലഭ്യമാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. 18 കാവുകളിലൊന്നായ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കുതിരവേലകൾ കൊണ്ടും നാടൻ കലാരൂപങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. 1956 നടത്തിയ വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം കേരള ചരിത്രത്തിൽ ഇടം നേടിയതാണ്. സവർണ മേധാവിത്വത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെ നടന്ന പോരാട്ടങ്ങളുടെ പട്ടികയിൽ ഒന്നാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം. ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയോടനുബന്ധിച്ച് നടത്തുന്ന അരിത്താലത്തിന് പങ്കെടുക്കുന്ന സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്നായിരുന്നു ആചാരം. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ വനിതകളെ അണിനിരത്തി പോരാട്ടം നടത്തിയാണ് ദുരാചാരം അവസാനിപ്പിച്ചത്. മാറുമറയ്ക്കൽ സമരവിജയത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ പരാമർശമുണ്ട്. നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനമാണ് മണിമലർക്കാവ് ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിക്കാൻ കാരണമായത്. ക്ലാസിക്കൽ കലാരൂപങ്ങൾ, നിറപ്പകിട്ടാർന്ന ഉത്സവങ്ങൾ തുടങ്ങിയ വിവിധതരം പരിപാടികൾ സമ്പന്നമായ കേരളത്തിലെ ടൂറിസം വെബ്സൈറ്റിൽ കലാസാംസ്കാരിക പ്രവർത്തകരുടെ ഗ്രാമമായ വേലൂരും സ്ഥാനം പിടിച്ചത് നാട്ടുകാർ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ CPM മാള ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട ജാഥ സമാപിച്ചു. മാളയിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ്, ജാഥ നയിക്കുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ്, സിന്ധു ജയൻ, KB ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. AL സെബാസ്റ്റ്യൻ മാസ്റ്ററുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സിമന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി നടത്തിയ അനുസ്മരണ സമ്മേളനം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AC ജോർജ് അധ്യക്ഷത വഹിച്ചു. NJ ലിയോ, CK ജോസ്, CA സണ്ണി, OA സെബാസ്റ്റ്യൻ, PJ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി വ്യവസായി ചെയർമാനായ കറുകപ്പുത്തൂർ വൈറ്റ് ഹൌസ് സ്കൂളിൽ കയറി അക്രമം നടത്തുകയും കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും നശിപ്പിക്കുകയും ചെയ്തതിന് മധുപുള്ളി ഹൈദർബാവ എന്നയാൾ ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പട്ടാമ്പി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി ചാലിശ്ശേരി പോലീസ് കേസെടുത്തത്. പട്ടാമ്പി കേന്ദ്രീകരിച്ചുള്ള ഭൂമാഫിയ നിയന്ത്രണം കൈയാളുന്ന ഹൈദർബാവ സ്കൂൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്രമം നടത്തിയതെന്നാണ് പരാതി. സ്കൂളും വസ്തുക്കളും കൈയടക്കുക എന്ന ലക്ഷ്യത്തോടെ ഏതാനും നാളുകളായി സ്കൂളിനെതിരെയും ബന്ധപ്പെട്ടവർക്കെതിരെയും വാട്സാപ്പുകൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നായും പരാതിയുണ്ട്. ഇത് പ്രചരിപ്പിക്കുന്നവരുടെയും ഫോണുകൾ സൈബർ സെൽ വിഭാഗം ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കണ്ടച്ചങ്കടവ് യൂണിറ്റിൽ അംഗമായ മരണപ്പെട്ട വ്യാപാരി KR സത്യയുടെ കുടുംബത്തിനുള്ള 5 ലക്ഷം രൂപ കൈമാറി. വ്യാപാരി മിത്ര മുഖാന്തരമുള്ള ധനസഹായം വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി കൈമാറി. വ്യാപാരി മിത്ര വൈസ് പ്രസിഡന്റ് സച്ചിൻ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അംഗത്വ കാർഡ് വിതരണവും നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഫ്രാൻസിസ്, സമിതി ഏരിയ സെക്രട്ടറി KL ജോസ്, യൂണിറ്റ് സെക്രട്ടറി KV ഷൺമുഖൻ, പ്രസിഡന്റ് CA വർഗീസ്, ജില്ലാ സെക്രട്ടറി മിൽട്ടൻ ജെ തലക്കോട്ടൂർ, ജില്ലാ കമ്മിറ്റി അംഗം BT ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. MG യൂണിവേഴ്സിറ്റി BBA LLB 1ാം റാങ്ക് നേടിയ ശ്രദ്ധ സുരേന്ദ്രനെ കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് B സുനേഷ് കുമാർ പൊന്നാടി അണിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബെൻസൺ ജെയിംസ് ഉപഹാരം കൈമാറി. PA ജോസ്, ജസ്റ്റിൻ ആന്റണി, ബാലസുബ്രഹ്മണ്യൻ, ജിജു നീലങ്കാവിൽ, ജേസൺ കുന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി. കോൺഗ്രസ് ചാടൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അംബുജ രാജൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജോമോൻ വലിയവീട്ടിൽ, MI അഷ്റഫ്, ബ്ലോക്ക് സെക്രട്ടറി AA ഡൊമിനി, ക്യാമ്പ് കോർഡിനേറ്റർ ജയ്ഹിന്ദ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 1987 SSLC ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സഹപാഠിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് നടന്നു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ്
NMK നബീൽ താക്കോൽദാനം നിർവഹിച്ചു. കൂട്ടായ്മ ഗ്രൂപ്പ് പ്രസിഡന്റ് ശശി സൗപർണിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, വാർഡ് മെമ്പർ രുക്മിയ സുധീർ, സ്കൂൾ PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര, സ്കൂൾ പ്രധാന അധ്യാപിക ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ഭവന നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച വിശ്വംഭരനെ ചടങ്ങിൽ ആദരിച്ചു. ഏകയായി താമസിക്കുന്ന സഹപാഠി വടക്കേക്കാട് സ്വദേശിനി ജയയ്ക്കാണ് 87 SSLC ബാച്ച് കൂട്ടായ്മ വീട് നിർമ്മിച്ചു നൽകിയത്. ഏനമാക്കൽ കൈരളി കലാവേദിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വനിതാ ഫുട്ബോൾ പ്രദർശന മത്സരം ആവേശമായി. ഏനമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന മത്സരത്തിൽ ഫുട്ബോൾ ക്ലബ് കുട്ടനല്ലൂരും യൂണിക് പുത്തൂരും തമ്മിൽ ഏറ്റുമുട്ടി. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഫുട്ബോൾ ക്ലബ്ബ് കുട്ടനല്ലൂർ വിജയിച്ചു. വിജയികൾക്ക് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ് സമ്മാനദാനം നിർവഹിച്ചു. കൈരളി കലാവേദി പ്രസിഡന്റ് സജീവൻ വഴിനടക്കൽ അധ്യക്ഷനായിരുന്നു. ലിയോ ഡിക്രൂസ്, ഉത്തമൻ പുല്ലാനി പറമ്പത്ത്, കൊച്ചുപോൾ കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പാലിശ്ശേരി ALP സ്കൂളിന്റെ വാർഷികാഘോഷം അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ ഫാദർ ലിറിൽ തെളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കുനംപ്ലാക്കൽ, അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ഫാദർ ജിൻസൺ മുക്കടയിൽ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ക്ലെൻസി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് നിമിഷ പ്രവിനാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ഏരിയ പ്രതിനിധി സമ്മേളനം ഒളരിക്കരയിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ജയേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സന്ധ്യ അരുൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മിനി വിൽസൺ, ഏരിയ സെക്രട്ടറി ഷൈല ജോയ്, ട്രഷറർ ഷാജിമോൻ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C പ്രതാപ് വാസു ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് C ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KS ഷാജു, സംസ്ഥാന ട്രഷറർ ഷിറാസ് സലീം, സംസ്ഥാന സെക്രട്ടറി ഷൈജു ആന്റണി, പ്രമീള ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി C ബാലചന്ദ്രനെയും സെക്രട്ടറിയായി KS അഭിലാഷിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. നീന്തൽ പരിശീലനത്തിലൂടെ തുമ്പൂർ AUP സ്കൂളിനെ സമ്പൂർണ്ണ ജലസാക്ഷരതയായി പ്രഖ്യാപിച്ചു. നീന്തൽ പരിശീലനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ ജലസാക്ഷരതാ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും മന്ത്രി R ബിന്ദു നിർവഹിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പ്രധാന അധ്യാപിക റീന ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരിയിലെ മഷിക്കുളത്തിൽ MS ഹരിലാലാണ് കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്നത്. നാഷണൽ പാരാ ഒളിമ്പിക്സിൽ ലോങ് ജമ്പിൽ വെങ്കല മെഡൽ നേടിയ റൊണാൾഡോയെ വീട്ടിലെത്തി മന്ത്രി ഡോക്ടർ R ബിന്ദു പൊന്നാടയണിയിച്ച് അഭിനന്ദിച്ചു. കരുവന്നൂർ പുറത്താട്ട് വീട്ടിൽ മനക്കക്കുടിയിൽ കുട്ടപ്പന്റെയും ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഇരിങ്ങാലക്കുട ഏരിയ വൈസ് പ്രസിഡന്റ് വാസന്തിയുടെയും മകളാണ് റൊണാൾഡ. PK മനമോഹൻ, KP അനിലൻ എന്നിവരും ആദരണ ചടങ്ങിൽ പങ്കെടുത്തു. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി വടക്കേടത്തുമന ഹരിനമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ആചാര്യഭരണം, മുളയിടൽ, അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ശിവരാത്രി മഹോത്സവ ദിനമായ ബുധനാഴ്ച ശ്രീഭൂതബലി, ശീവേലി, രാത്രി പള്ളിവേട്ട, എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. ചിറ്റിലപ്പള്ളി പുലിയംതൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഡോക്ടർ ശ്രീനിവാസൻ, ഡോക്ടർ അപർണ എന്നിവർ ചേർന്ന് ശിവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് M നാരായണൻകുട്ടി, സമിതി അംഗം CA സുരേന്ദ്രൻ, V ചന്ദ്രശേഖര മേനോൻ എന്നിവർ സംസാരിച്ചു.
വാണിജ്യം. സ്റ്റേറ്റ്മെന്റ് മേക്കിംഗ് റണ്ണിംഗ് മെറ്റീരിയലിന്റെ മഹാ കളക്ഷനുമായി ക്യൂൻ ഡിസൈനോ കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിലാണ് ക്വീൻ ഡിസൈനോ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. കുന്നംകുളം MLA AC മൊയ്തീൻ, മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. സിനിമാ താരങ്ങളായ മിയ ജോർജ്, സുനിൽ സുഗത എന്നിവർ മുഖ്യാതിഥികളായി. രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യമുണ്ടായ ചടങ്ങിൽ സ്ഥാപന ഉടമകളായ നിയാസ് PM, T ജാസീർ, ഷബീബ് ബാബു, ഷബീർ അഹമ്മദ് എന്നിവരും PM മജീദ്, PM അനീസ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു. മനം കവരുന്ന നിറങ്ങൾ, രാജകീയ ഡിസൈനുകൾ, ശ്രേഷ്ഠമായ തുണിത്തരങ്ങൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ച സവിശേഷ മെറ്റീരിയലുകൾ ഇവിടത്തെ പ്രത്യേകതയാണ്. ലെഹങ്ക, ചുരിദാർ, സാരി, ബ്ലൗസ്, കുർത്ത, മറ്റു വസ്ത്രങ്ങൾ എന്നിവ തയ്യാറാക്കാനായി തുണിത്തരങ്ങൾ ഇവിടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. സവിശേഷമായ തുണിത്തരങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് വിശാലമായ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9946442434. ശരീര സൗന്ദര്യത്തിനൊപ്പം ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കി VMB ഫിറ്റ്നസ് ബൂട്ടിക് തൃശൂർ കൂർക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂർക്കഞ്ചേരി കിണർ സ്റ്റോപ്പിന് സമീപം ഗുരുദേവ് ലൈനിൽ പ്രവർത്തിക്കുന്ന VMB ഫിറ്റ്നസ് അക്കാദമിയിലാണ് VMB ഫിറ്റ്നസ് ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഗായോ ഫിറ്റ്നസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ദിലീപ് M ഹെബിൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തഹസിൽദാർ T ജയശ്രീ അധ്യക്ഷത വഹിച്ചു. 3 നിലകളിലായുള്ള കെട്ടിടത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരവും ഫിറ്റ്നസ് മോഡലുമായ ഷിയാസ് കരീം, ബിഗ് ബോസ് താരം ജിൻഡോ ബോഡി ക്രാഫ്റ്റ്, ചലച്ചിത്ര താരം ലിയോണ ലിഷോയ്, T ജയശ്രീ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂളപ്പറമ്പിൽ, മിസ്റ്റർ കേരളയും മിസ്റ്റർ ഇന്ത്യയുമായ സുമേഷ് റാവു, മിസ് കേരള ആരതി കൃഷ്ണ, ഫിറ്റ്നസ് മോഡൽ CS ആര്യ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. VMB ഫിറ്റ്നസ് അക്കാദമി CEO VM ബഷീർ, VMB ഫിറ്റ്നസ് ബോട്ടിക് മാനേജിംഗ് പാർട്ണർ നദീറ ബഷീർ, ബിസിനസ് പാർട്ണർ മിനി ആനന്ദ് തുടങ്ങി ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. VMB ഫിറ്റ്നസ് ബോട്ടിക്കിന് പുറമെ VMB ക്ലിനിക്കൽ ഫിറ്റ്നസ്, ടോക്കോംസ്, ദി ഗ്ലോബൽ ഓൺലൈൻ ജനറേഷൻ ഫിറ്റ്നസ്, ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് ഫിനിഷിംഗ് സ്കൂൾ എന്നിവ കുറുക്കഞ്ചേരി VMB ഫിറ്റ്നസ് അക്കാദമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദേശത്തും സ്വദേശത്തും ഫിറ്റ്നസ് പ്രൊഫഷണലുകളായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ദേശീയ അന്തർദേശീയ പരിശീലന കോഴ്സുകൾ ഇവിടെ നൽകി വരുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,045 രൂപ, പവന് 64,360 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ പീസ് നിക്ഷേപ തട്ടിപ്പ് പിന്നിൽ കള്ളപ്പണമിടപാട് നടന്നതായി വിവരം പുറത്തു. ഓഡിയോ സന്ദേശം TCBക്ക് ലഭിച്ചു. തിരുവല്ലാമല ഏകാദശി വിളക്ക് തിങ്കളാഴ്ച. ദശമി വിളക്കാഘോഷം ഭക്തിസാന്ദ്രം. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള എങ്കക്കാട് ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനത്തിന് വൻ തിരക്ക്. അന്നഗ്ര വടക്കേക്കോൾപ്പടവിൽ വെള്ളമില്ലാതെ നെൽകർഷകർ ദുരിതത്തിൽ. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്ത കർഷകരാണ് ദുരിതത്തിലായത്. അമ്പലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.